ഹീബ്രൂസ് 12:1-2 എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉമാണ് എടുക്കുന്നത്. എബ്രായ ലേഖനം മുഴുവനും നമുക്ക് ഒരു ഖനിയാണ്. അതിനകത്ത് ആഴമേറിയ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ കിടപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ ചില സമയത്ത് ഓരോന്ന് എടുത്തെടുത്ത് നമ്മളെ പഠിപ്പിക്കും. കാരണം പ്രാപിച്ചെടുക്കേണ്ട സമയത്താണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞു തന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ എബ്രായ ലേഖനം 12:1-2. അത് ഞാനിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടം തികയ്ക്കാനുള്ള ഒരു ആത്മാവ് ഇവിടെ നമുക്കുണ്ടാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിന് യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇത്ര വലിയൊരു സാക്ഷിയുടെ സമൂഹം നമുക്ക് ചുറ്റും. അതിന് രണ്ടർത്ഥമുണ്ട്. ജീവനുള്ള നമ്മൾ വിശ്വാസികളാവുന്നവർ, പൗലോസ് പറയുന്നത് നമ്മൾ വിശുദ്ധരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. പുതിയ നിയമത്തിൽ നമ്മളെ മക്കളാക്കാൻ, റിക്കൺസൈൽ ചെയ്യാനാണ് കർത്താവ് വന്നതെന്നാണ് ഈ ദിവസങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ മക്കളാകുമ്പം നമ്മളും ദൈവവും കൂടെ ഒന്നിച്ച് സന്തോഷിക്കുന്നത് പിതാവിന് സന്തോഷം, പിതാപുത്ര പരിശുദ്ധാത്മാവിന് സന്തോഷം. അതുകൊണ്ടാണ് ഫെലോഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിരിക്കാൻ, ഒരു ദിവസം ദൈവത്തിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ദൈവത്തിനാണ്. 10 കൽപ്പനയിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവത്തെ തന്നെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാ. അത് തന്നെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞ് 2ആക്കി മാറ്റി 10 കൽപ്പന. നിന്നെപ്പോലെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അപ്പം ദൈവത്തെ സ്നേഹിക്കണം, 1. അത് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ ദൈവത്തിൽ കൂടെ സ്നേഹിക്കണം. പിന്നെ 3, നമ്മളിലൂടെ സ്നേഹം മറ്റുള്ളവർക്ക് ദൈവനാമത്തിൽ കൊടുക്കണം. അപ്പം ഇത്ര വലിയൊരു സാക്ഷികളുടെ സമൂഹം എന്ന് പറയുമ്പം ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഒരു സാക്ഷികളായി മാറും. കാരണം നമ്മൾ സാക്ഷികളായി മാറുകയാണ് എല്ലാവരുടെയും. എന്നാൽ മരിച്ചവരുടെ ആത്മാവ് അവർ മൗനതയിൽ ഇരിക്കുകയാണെങ്കിൽ ആ വെയിലിന് തൊട്ടപ്പുറത്ത് അവരുണ്ട്. ഇറ്റ്സ് എ വെരി തിൻ വെയിൽ ബിറ്റ്വീൻ ദ ഡെഡ് ആൻഡ് ദ ലിവിങ്. അതായത് നമ്മൾ കണ്ണ് മിഞ്ചുന്ന ഒരു നിമിഷം കൊണ്ട് ഇതിൽ നിന്ന് മാറി വേറൊരിടത്തോട്ട് പോകാൻ. മരിക്കുന്ന ചിലരെ കണ്ടു, ഒരു നിമിഷം കൊണ്ട് മരിച്ചപ്പുറത്ത് പോകും. മരിക്കുന്നതിന് മുമ്പ് ഒരു മരിച്ചിട്ടുള്ള അവരുടെ പിതാക്കന്മാരെ അവരെ കാണാറുണ്ട്. കാരണം ഇറ്റ്സ് ഓൺലി എ സ്മോൾ വെയിൽ അപ്പുറം. അപ്പോൾ ഏതാണ് യഥാർത്ഥം എന്ന് ചോദിച്ചാൽ ആത്മീയ ഗോളമാണ് യഥാർത്ഥം. ചെടിയ ഗോളം ഇവിടെ കുറച്ച് നാളത്തേക്കുള്ള ഒരു ഷാഡോ മാത്രമാണ് നമ്മുടെ. വി ആർ സ്പിരിറ്റ് ബീയിങ് ഹാവിങ് എ ഹ്യൂമൻ ജേർണി ഓൺ ദിസ് എർത്ത് ഫോർ എ ഷോർട്ട് പീരിയഡ്. കുറഞ്ഞൊരു കാലത്തേക്ക് ഭൂമിയിൽ സഞ്ചരിക്കുന്ന ആത്മാക്കളുള്ള മനുഷ്യരാണ് നമ്മൾ. വിശ്വാസികളെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ മരിച്ചവരുടെ സാക്ഷ്യം കൂടെ നിൽക്കുന്നു. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറയുമ്പം ജീവിച്ചിരിക്കുന്നവരുടെ ഒരു കൂട്ടമുണ്ട്, മരിച്ചവർ കേട്ടൻ്റെ അപ്പുറത്തുള്ളവരും മൗനതയിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടു ബി ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി, ടു ബി പ്രസൻറ്റ് ഇൻ ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ പുതിയ നിയമത്തിൽ 2 കൊരിന്ത്യർ 5:8 പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അദൃശ്യമായതിനെ തള്ളിക്കളയല്ല, അദൃശ്യമായതാണ് കൂടുതൽ റിയാലിറ്റി. ദൃശ്യമായത് നിഴലാണ്, അത് കുറച്ച് നാളത്തേക്കുള്ളതാണ്. ഇനിറ്റേണിറ്റി വെച്ച് നോക്കുമ്പം ഈ ഭൂമിയിലുള്ള കുറച്ച് ജീവിതം, അത് 100-120 വർഷം എന്നുള്ള വെറും ഒരു ഡോട്ടാണ്. അപ്പോൾ ഇത്ര വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ സമൂഹം എന്ന് പറയുമ്പോൾ മരിച്ചവരുകൊണ്ട് ജീവിച്ചവരുടെ ഒരു സമൂഹത്തിന് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ട് വേണം ഇത് വായിക്കാൻ. ഇത്ര വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എന്താണ് കാരണം? ഇപ്പം നമ്മൾ വിശുദ്ധന്മാർ പോലെ പിതാക്കന്മാരെ, ദൈവദൂതന്മാരെ നമ്മൾ ഈ ഭൂമിയിൽ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് ആകാംക്ഷയുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. നമ്മുടെ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമില്ലേ? നമ്മളെന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിന് അറിയാൻ ആഗ്രഹമില്ലേ? നമ്മളെ ഒരു നിയോഗം ഏർപ്പിച്ചാണല്ലോ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, ചുമ്മാതല്ലല്ലോ. ഈ നിയോഗത്തിൽ എത്ര വിശ്വസ്തയോടെ അത് ചെയ്തെടുക്കുന്നു എന്നതിന് എന്നെക്കാട്ടി കൂടുതൽ ശ്രദ്ധ ദൈവത്തിനാണ്. ഐ റിമെമ്പർ ഒരു പ്രാവശ്യം എൻ്റെ മകൻ അമേരിക്കയിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് വലിയ പാടാണ്. അവന് വാട്ടൺ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതുന്ന സമയത്ത് വലിയ പാടാന്ന് പറയുമ്പോൾ ഞാൻ സൗദിയിലാണ്. അപ്പോൾ ഞാൻ അമേരിക്കയ്ക്ക് മോൻ്റെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പഠിക്കാൻ കഴിവുള്ള കൊച്ചിന് പരീക്ഷ ആകുമ്പോഴത്തേക്ക് എന്താണ്
ഈ പ്രശ്നം വരുന്നതെന്ന് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെയൊന്നും ദൈവമൊന്നുമില്ല. പണ്ട് ദൈവത്തിന് ഈ ഫിലഡൽഫിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലം പള്ളികളുടെ ഒരു സെൻറ്ററാണ്. പണ്ട് ദൈവത്തെ ആരാധിച്ചവരുടെ നാല് ചേർച്ച് ഈ കോളേജിൻ്റെ ക്യാമ്പസിലുണ്ട്. വലിയ ഫേമസ് ആണ്. വാട്ടൺ കോളേജ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അവിടെ ഈ കുഞ്ഞ് പഠിക്കുമ്പം പരീക്ഷ എഴുതുന്ന സമയത്ത് എഴുതാൻ സമയമാകുമ്പോൾ എങ്ങനെയാണെങ്കിലും 1-2 പിള്ളേർ സൂയിസൈഡ് ചെയ്യും. മുകളിൽ നിന്ന് എടുത്ത് ചാടും ജനലിൽ. കാരണം ജനലിലൊന്നും അഴികളില്ല, അന്നേരം ഇല്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്നെ കാണിക്കുന്നുണ്ട്, ഓരോ മുറിയിലും ഈ ദുഷ്ടാത്മാവ് വലിയൊരു ശക്തനായ ഒരു കറുത്ത ഒരു സാധനം കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കർത്താവിന്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവം എന്താണ് ഈ കുഞ്ഞിന് പരീക്ഷ എഴുതാനുള്ള പാടെന്താ, എവിടുന്നാണ്? അപ്പോൾ നമ്മൾ നോക്കും തൊട്ടപ്പുറത്തെ മുറിയിൽ വേണ്ടാത്ത പടങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൊച്ചനാണ് താമസിക്കുന്നത്. നമുക്കിപ്പം അവനോട് മാറി താമസിക്കാൻ പറയുന്നത്. എന്നെ അവിടെ താമസിപ്പിക്കുന്നത് എന്നെ ഒരു പ്രിവിലേജാണ്. 3 ദിവസം വിട്ട് ഞാനവിടെ പരീക്ഷ എഴുന്നിടം വരെ, കുഞ്ഞിൻ്റെ പരീക്ഷ തീരുന്നിടം വരെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരു ദിവസം സ്വപ്നമാണോ ദർശനമാണോ ഞാൻ കാണുക, ക്ലിയറായിട്ട് ഞാൻ കാണുന്നു, യേശു ക്രിസ്തുവും യോഹന്നാനും എഴുന്നള്ളി വരികയാണ്. അപ്പോൾ ഒരു മേശയുണ്ട്. ആ മേശയിലോട്ട് ഒരു ചുരുളെടുത്തിട്ട് യേശു ഇങ്ങനെ ഒന്ന് പറയും, അത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും, എടുത്തങ്ങോട്ട് നിവർത്തി വെച്ച് യോഹന്നാനും യേശു കൂടെ എന്തൊക്കെയോ സംസാരിച്ച് കഴിഞ്ഞിട്ട്, യോഹന്നാനാണ് ഞാനങ്ങനെ അറിഞ്ഞത്, യേശുവാന്ന് ഞാനങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആത്മീയ കോടതിയിൽ ആത്മാവുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ കർത്താവ് ഒരു മയിൽക്കുറ്റി പോലെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് നീക്കി വെക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരീക്ഷ എഴുതുന്ന സമയം ഈ അടുത്ത ആഴ്ചയാണെങ്കിൽ അത് കഴിയുമ്പോൾ വേറൊരു പരീക്ഷ എഴുതുന്നുണ്ട്, അതിലാണ് ഇവൻ വാക്യം മുഴുവൻ എഴുതിയെടുക്കുന്നത് എന്നുള്ളതാണ് അന്ന് ഉദ്ദേശിച്ചത്. ഏതായാലും അന്ന് യേശു വന്നു, യോഹന്നാനോടെ വന്നു, ഞാൻ കണ്ടു അവർ സംസാരിക്കുന്നത്. ബ്ലൂ പ്രിൻ്റ് കർത്താവ് നിരത്തി വെക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ ആ ബ്ലൂ പ്രിൻ്റ് എങ്കിൽ ഞാൻ എന്തിനാണ് കിടന്ന് ഭയപ്പെടുന്നത്? പക്ഷെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കർത്താവ് ഞാൻ തന്നെ വന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയാണ്. അപ്പോൾ ഈ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന്, നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം ഉള്ളപ്പോഴാണ് ഭാരം വരുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അല്ല, കുഞ്ഞു പഠിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, അവൻ പഠിച്ചില്ല, അവൻ പഠിപ്പിക്കുന്ന ദൈവം പഠിപ്പിച്ചോളും. ലെറ്റ് മീ ഗോ ഫോർവേഡ്. അവരുടെ പ്രായമാകുമ്പോൾ അവരെടുത്തോളും. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അടുപ്പം വരണം, സ്ഥിരതയോട്. അതായത് കണ്ണ് ദൃഷ്ടി യേശുവിൽ നിന്ന് മാറിപ്പോയെങ്കിൽ നമുക്ക് മക്കൾ ദൈവമായി മാറും, പ്രശ്നം ദൈവമായി മാറും. എന്താണ് ദൈവം അല്ലാത്ത എല്ലാം ദൈവമായിട്ട് മാറും. ചേർത്താ പറയുന്നത്, ഇത്രയും കാലങ്ങളിൽ ദൈവം വിശ്വസ്തയോടെ നിന്ന് അവൻ്റെ വേദപുസ്തകത്തിൽ കൂടെ നമ്മളെ വചനം പഠിപ്പിച്ച് ആദ്യകാലം തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും ഇപ്പം നിനക്കൊരു പ്രയാസം വരുമ്പോൾ നീ മറന്നു പോകുന്നു. അതാണ് ഒരു സാക്ഷ്യമുള്ള ജീവിതം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കണം. അപ്പം വിശ്വാസത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ ദി ഓതർ ആൻഡ് ദി ഒറിജിനേറ്റർ ഓഫ് ഫെയ്ത്ത് ഈസ് ഗോഡ് ഹിംസെൽഫ്. ഈ പറയുന്ന പോലെ വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്തതിൻ്റെ നിശ്ചയം. എന്താ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്? വിശ്വാസം ഒരു വ്യക്തിയാണ്, അത് യേശുവിൽ നിന്നാണ് വരേണ്ടത്. വിശ്വാസത്തിൻ്റെ ഉറവിടം, ദ ക്രിയേറ്റർ, ദ ഒറിജിൻ ഈസ് ജീസസ് ഹിംസെൽഫ്. വിശ്വാസത്തിൻ്റെ, അങ്ങനെയല്ലേ വചനം, വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർത്തീകരിച്ചെടുക്കുന്നതും ക്രിസ്തു തന്നെ. അപ്പം പിന്നെ നമ്മളീ കിടന്നുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട്, അയ്യോ എൻ്റെ മക്കളതാണ്, എൻ്റെ ഭാര്യ ഇതാണ്, എൻ്റെ ഭർത്താവ് ഇതാണ്, എൻ്റെ പ്രശ്നം ഇതാ, ഒത്തിരി വേദനിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള നോട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വാ. കർത്താവ് പറയാണ്, വിശ്വാസം നായനും പൂർത്തീകരിക്കുന്ന യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന് വലത്ത്. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നത്, കർത്താവ് തൻ്റെ മുമ്പിൽ ക്രൂശുമരണം കണ്ടിട്ട് സാക്ഷികളുടെ സമൂഹത്തിൻ്റെ ബലം യേശുവിനായിട്ട് പോലും ആവശ്യമുണ്ടായിരുന്നു. മോശയും ഏലിയാവും വന്ന് യേശുവിനെ ബലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. സംസാരിക്കുകയാണ്. മറുരൂപമലയിൽ വെച്ച് യേശു 3 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്നു. സാക്ഷികളുടെ സമൂഹം, മരിച്ചവരും ജീവിച്ചവരും ഒന്നിച്ചുകൂടിയ സ്ഥലമാണ് ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. മറുരൂപമലയിൽ മരിച്ചവരുടെ പ്രത്യക്ഷത, ജീവിച്ചിരിക്കുന്ന 3 ശിഷ്യന്മാരുടെ പ്രത്യക്ഷത, ഇത് രണ്ടും കൂടെ യേശുവുമായിട്ട് സംസർഗം ഒന്നിച്ച് യോജിക്കുന്നുണ്ട്.
സോ വാട്ട് ഈസ് ടൈം? ഹൗ ക്യാൻ യു ഡിഫൈൻ ടൈം? എന്നാണ് മോശ വന്നത്? എന്നാണ് ഏലിയാവ് വന്നത്? സമയം നമുക്കല്ലേ ഉള്ളൂ, ദൈവത്തിന് സമയമില്ല. പക്ഷെ ബി ഷുവർ, ദൈവം നമുക്ക് വേണ്ടി, അവനെ ഏൽപ്പിച്ച ജോലിക്ക് വേണ്ടി പോലും ദൈവം സാക്ഷികളെ അയച്ച് ബലപ്പെടുത്തിയെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പം നമ്മളെ ബലപ്പെടുത്താൻ യേശു കൂടെ കാണത്തില്ലേ? നമ്മളെ ബലപ്പെടുത്താൻ ദൈവം തൻ്റെ ദൂതന്മാരെ തരത്തില്ലേ? ദൈവം ബലപ്പെടുത്താൻ ജീവനുള്ള വിശുദ്ധന്മാരെ തരത്തില്ലേ? തരും. അതാണ് ഇതാ പറയുന്നില്ല, മക്കളാണോ? ശിക്ഷണമാണ്, ശിക്ഷയല്ല, ശിക്ഷണം, ഡിസിപ്ലിൻ പഠിപ്പിക്കും. അതായത് നമുക്ക് പ്രശ്നമുണ്ട്, പ്രശ്നത്തിൻ്റെ കൂടെ ആണല്ലോ സ്വഭാവം ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കളാണെങ്കിൽ ശിക്ഷണമുണ്ട്, ശിക്ഷണം ഇല്ലെങ്കിൽ, മക്കളല്ല എങ്കിൽ കൗലിടയന്മാരാണെന്നാണ് പറയുന്നത്. അവിടെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തേക്ക് പ്രാപിക്കാൻ. അപ്പൻ ശിക്ഷിക്കാത്ത മകനെവിടെ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടായിരുന്നു എങ്കിൽ മക്കളല്ല കൗലിടയന്മാരത്രേ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കണം നമ്മൾ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ദൈവത്തിന് മുൻതൂക്കം കൊടുക്കണം, ദൈവത്തെ നോക്കണം, അവനിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമാണ്. പക്ഷെ പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദം നിരത്തും. അതാണ് നമ്മുടെ ജോലി. ഇതൊന്നും തീരത്തില്ലെന്ന് വിഷമിക്കേണ്ട, ഇതൊക്കെ തീരുമെന്ന്. ഇതെല്ലാം തീർന്ന ഒരു നല്ല ശുഭഭാവി അനുഗ്രഹത്തിൻ്റെ 2025 നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഇത്ര വലിയ സാക്ഷികളുടെ ഒരു സമൂഹം ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മുറുകെ പറ്റിയിരിക്കുന്ന പാപവും ഭാരവും വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിനെ, അത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതിന് ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ക്രിസ്തു പോലും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന കഷ്ടങ്ങൾ, എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്, എന്ത് സന്തോഷമാണ് ഇത് കഴിയുമ്പം പിതാവിൻ്റെ അടുക്കൽ ചെന്നിരിക്കാം, അവിടെ ചെല്ലുമ്പോൾ അവിടെ മക്കളെ കൂടെ കൊണ്ടുവന്നിരുത്താം. ആ ഒരു സന്തോഷം ഓർത്തുകൊണ്ട് അന്ന് അപ്പോഴുള്ള കഷ്ടം സഹിച്ചെന്നാണ് പറയുന്നത്. മക്കളാണെങ്കിൽ ശിക്ഷണമുണ്ട്, മക്കൾക്ക് അപ്പൻ്റെ ശിക്ഷണം നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങളീ കിടന്നുകൊണ്ട് വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നാഥാ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, മക്കളെ, മരുമക്കളെ പ്രശ്നങ്ങളെ ഏൽപ്പിച്ചിട്ട് നാഥൻ അത് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. അതിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അപ്പം സമാധാനത്തോടെ നിന്നെ സ്തുതിപ്പാൻ പഠിപ്പിച്ചത്. ഇന്ന ദിവസം അനുഗ്രഹം തന്നെ, അനുഗ്രഹം 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 തന്നെ. സൂര്യനസ്തമിക്കുന്നതിന് മുമ്പ് ചില വിടുതലുകൾ കാണട്ടെ. പക്ഷേ നാഥൻ ചെയ്തിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.